നമസ്കാരം, ഞാൻ രഞ്ജിത്ത്. എല്ലാവരും ചൂട് കാര്യങ്ങളൊക്കെ വളരെ അധികം എൻജോയ് ചെയ്യുന്നു എന്ന് കരുതുന്നു. GNM-ഉം കോട്ടയ്ക്കൽ ആയുർവേദശാലയും സംയുക്തമായിട്ട് സഹകരിച്ച് നടത്തുന്ന 4ാമത്തെ വെബിനാറാണിത്. ഓരോ സീസൺ അനുസരിച്ചിട്ടും അതുപോലെ പല സബ്ജക്റ്റുകളിലും മുൻനിർത്തി നമ്മൾ ഏകദേശം ഒരു 3 വെബിനാർ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. വളരെ നല്ല ഒപ്പീനിയനാണ് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 4ാമത്തെ ഒരു വെബിനാറിലേക്ക് കടക്കുകയാണ്. വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആരോഗ്യപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഈ പ്രാവശ്യത്തെ വെബിനാർ ചർച്ച ചെയ്യുന്നത്. ഭാഗ്യവശാൽ നമ്മളുടെ ആദ്യത്തെ വെബിനാർ കണ്ടക്ട് ചെയ്ത ഡോക്ടർ അനിൽ നായരാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഭാഗ്യം നമുക്ക് സിദ്ധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തണുപ്പുകാല ആരോഗ്യ സംരക്ഷണം എങ്ങനെ ചെയ്യണം എന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് വളരെയധികം നല്ല രീതിയിൽ പറഞ്ഞു തന്ന ഡോക്ടറാണ് അനിൽ എം നായർ. ഭാഗ്യവശാൽ ഈ പ്രാവശ്യം നമുക്ക് ഡോക്ടറിന്റെ തന്നെ സാന്നിധ്യമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ലൈവിൽ ഉള്ള എല്ലാ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ ഇരിക്കുന്ന ആളുകളുടെ പേരിൽ നിന്നും നറുക്കെടുക്കുന്ന ആളിന് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ വെബിനാറിൽ ആദ്യം തൊട്ട് അവസാനം വരെ, അതായത് നമ്മൾ അവസാനം ഒരു ലക്കി ഡ്രോ നടത്തുന്നുണ്ട്. എത്രത്തോളം ആളുകൾ പ്രസന്റ് ഉണ്ടോ അത്രയും ആളുകളുടെ പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ ലക്കി ഡ്രോ നടത്തുന്നത്. സഫ്രോൺ സിൽക്ക് സ്കിൻ കെയർ സെറം, ഒരു കുങ്കുമപ്പൂവിന്റെ സ്കിൻ കെയർ സെറം കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് കോട്ടയ്ക്കൽ ആയുർവേദശാല ആ ഒരു ഭാഗ്യശാലിക്ക് നൽകുന്നത്. അപ്പോൾ അടുത്തതായി കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ അഹമ്മദാബാദ് ബ്രാഞ്ച് മാനേജരും അതുപോലെ തന്നെ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ വിമൽ കെ വിജയൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു പരിപാടിയുടെ ഇൻട്രൊഡക്ഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ആയിട്ട്. വിമൽ സർ, പ്ലീസ്. നന്ദി ശ്രീ രഞ്ജിത്ത്. ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ അനിൽ എം നായർ, സെഷൻ മോഡറേറ്റർ ശ്രീ രഞ്ജിത്ത് ആർ നായർ, ആയുർവേദശാല സഹപ്രവർത്തകൻ ശ്രീ രതീഷ് PV, പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, സെഷൻ ഉദ്ഘാടനത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ GNM-ഉം ആയുർവേദശാല കോട്ടയ്ക്കൽ ആയുർവേദശാലയുമായി ചേർന്നുള്ള വെബിനാർ സീരീസിലെ 4ാമത്തെ വെബിനാറാണ്. വളരെയധികം കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വെബിനാർ നടത്തുന്നത്, അതായത് വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണം. ഇപ്പോൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം, അതായത് ഈ ഒരു ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ പ്രത്യേകിച്ചും പല ദിവസങ്ങളിലായി യെല്ലോ അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. ഇത്തരം ഉയർന്ന താപനിലയുള്ളപ്പോൾ, ഇത്തരം താപ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിലും അതിനനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടാകും. ഇത്തരം താപ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ശരീരത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ശരീരത്തിൽ സംഭവിക്കുന്ന ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലീകരണം, ക്ഷീണം മുതലായവ, അല്ലെങ്കിൽ ശരീരത്തെ നമുക്കിപ്പോ AC-യോ കൂളറോ ഒക്കെ ഇട്ട് പുറത്ത് തണുപ്പിക്കാം. ശരീരത്തെ സ്വാഭാവികമായി തണുപ്പിക്കാൻ ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ചർച്ച ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വെബിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ കോട്ടയ്ക്കൽ ആയുർവേദശാല എറണാകുളം ബ്രാഞ്ചിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അനിൽ എം നായർ. ഡോക്ടർ അനിൽ എം നായർ അദ്ദേഹത്തിന്റെ വൈദ്യപഠനം ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തറയിൽ നിന്നും, അതിനുശേഷം AVP കോയമ്പത്തൂരിൽ ചികിത്സാലയത്തിലെ ചികിത്സാ പരിചയം, ആയുർവേദശാലയുടെ നിരവധി ഹോസ്പിറ്റലുകളിലുള്ള ചികിത്സാ പരിചയം അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ സീരീസിലെ ആദ്യത്തെ വെബിനാറിനും വളരെ നല്ല ഒരു സ്വീകാര്യതയാണ് ലഭിച്ചത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വെബിനാറിൽ തുടർന്ന് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. ശരിയല്ല, അതിനുണ്ട്. ശരി.
ഡോക്ടർ എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? അനിൽ ഡോക്ടർ കേൾക്കുന്നില്ലേ? മീമൽ ചെറിയൊരു പ്രശ്നം വന്നതാ കേട്ടോ, സോറി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ ഷെയർ ചെയ്യാം, ഒരു മിനിറ്റ്. ഓ, കാണുന്നുണ്ടോ? ഹലോ. അതെ അതെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് കോട്ടക്കൽ അരീശാല അഹമ്മദാബാദ് ബ്രാഞ്ചിനോടും ഗുജറാത്ത് മലയാള അസോസിയേഷനും വളരെ നന്ദി. കാരണം ഫസ്റ്റ് വെബിനാർ തണുപ്പിനെ പറ്റിയായിരുന്നു. അതൊരു വിജയമായിട്ടാണെന്നാണ് ഞാൻ കേട്ടത്. അതെങ്ങനെയോ നടന്നുപോയി. അതേപോലെ ഈ പ്രാവശ്യം വിമൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വേനൽക്കാലത്തെ പറ്റി പറയണമെന്ന്. എന്തായാലും നമുക്ക് ഇനിയിപ്പോ അടുത്തത്, ഇപ്പം ശരിക്കും പറഞ്ഞ ഗുജറാത്തിലായാലും എല്ലായിടത്തും വടക്കേന്ത്യയിൽ നല്ല ചൂട് നടക്കുന്ന സമയമാണ് അല്ലേ? ഹലോ, കേൾക്കണ്ടോ? അതെ ഡോക്ടർ, അതെ അതെ നല്ല ചൂടാണ്. അതെ 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 കേൾക്കുന്നുണ്ട്. ഇപ്പൊ 44 വരെയൊക്കെ പല സ്ഥലങ്ങളിലും ടെമ്പറേച്ചർ നിൽക്കുകയാണ്. ഇനി വരുന്ന ആഴ്ചകളിൽ അതിഭീകരമായിട്ടുള്ള ഉഷ്ണതരംഗമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി അധികം ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ കടന്നേക്കാം. കാരണം സമയം കളയുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുവാണ്. ആദ്യമേ ഓം വിശ്വംഭരായ നമഃ. നമുക്ക് എല്ലാവർക്കും അറിയാം, വൈദ്യരത്നം PS വാര്യർ, ഫൗണ്ടർ ഓഫ് കോട്ടക്കൽ അരീശാല. എനിക്ക് ഇന്ന് തന്നേക്കുന്ന വിഷയം ശരിക്കും പറഞ്ഞാൽ ഗ്രീഷ്മ ഋതുചര്യയാണ്. അതായത് വേനൽക്കാല ഹലോ വെബിനാർ നടക്കുവാണ്. ഋതുചര്യ. ഈ ഋതുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഋതുക്കൾ എന്ന് വെച്ചാൽ ഈ സീസൺ എന്ന് പറയും മോഡേൺ അതിൽ പറയുന്നത്. അതായത് വിന്റർ, സ്പ്രിംഗ്, സമ്മർ, റെയിനി, ഓട്ടം, വിന്റർ എന്നൊക്കെ പറയുന്നത്. ആയുർവേദത്തിൽ പറയുന്ന 6 സീസൺ എന്ന ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹിമം. ഹലോ, കാണുന്നുണ്ടോ? അതെ അതെ കാണുന്നുണ്ട്. ഒരു മിനിറ്റ്. അപ്പം ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ കാലത്തിനെ 2ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് ആയുർവേദം പറയുന്നത്. ഒന്ന് ഉത്തരായനോ മറ്റേത് ദക്ഷിണായനോ. അപ്പൊ ഉത്തരായനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ, ജനുവരിയിൽ അവിടെ ഉത്തരായനം, അതായത് പട്ടംപറപ്പിക്കലൊക്കെ ഗുജറാത്തിൽ ഭയങ്കര ഫേമസ് അല്ലേ. ഈ അത് തന്നെയാണ് ശരിക്കും ആദാനകാലം എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ ശിശിരം, വസന്തം, ഗ്രീഷ്മം, ഈ 3 കാലത്തെയാണ് ആദാനകാലം പറയുന്നത്. ഈ ആദാനകാലം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില്, അതായത് സൂര്യന്റെ ഏറ്റവും കൂടുതൽ ചൂടിന്റെ അംശം കാണുന്ന സമയമാണ്. അതായത് ഈ കാലത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അധികം ഊർജം പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. അതാണ് ഈ ആദാനകാലം. അതായത് നമ്മുടെ എനർജിയൊക്കെ കുറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു മിഡ് ജനുവരി ടു മിഡ് മാർച്ച് ശിശിരം, വസന്തം എന്ന് പറഞ്ഞാൽ മിഡ് മാർച്ച് ടു മിഡ് മെയ്, അതുപോലെ ഗ്രീഷ്മം എന്ന് വെച്ചാൽ മിഡ് മെയ് ടു മിഡ് ജൂലൈ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ അല്ല, ഏപ്രിൽ തൊട്ടേ ചൂട് ചുരുങ്ങുന്നുണ്ട്. അപ്പൊ ഈ ആദാനകാലത്തിനെ പറയുന്നത് അതുകൊണ്ടാണ്. ആദാനം എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എനർജിയെ നമ്മൾ ശരീരത്തിൽ എനർജി പോകുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ ദോഷജയങ്ങൾ, ആയുർവേദത്തിൽ ത്രിദോഷ അടിസ്ഥാനത്തിൽ പറയുന്നത് വാതപിത്ത കഫത്തിന്റെ ത്രിദോഷങ്ങളുടെ വ്യതിയാനങ്ങളും അതുപോലെ ദോഷജയ സമൂർച്ചനൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് എനർജി ലെവൽ കുറയുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഈ ആദാനകാലത്തെ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് വരുന്ന ടോപ്പിക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഗ്രീഷ്മകാലം. ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ ഗ്രീഷ്മകാലത്തെ പറയുന്നത് നമ്മൾ സമ്മർ സീസൺ ആണ്. അതായത് ഈ സമയത്ത് ആയുർവേദത്തിന്റെ പ്രധാന ദോഷമായ പിത്തദോഷത്തിന്റെ ആധിക്യമാണ് കാണുന്നത്. അതാണ് പിത്തദോഷ ഇസ് ഡോമിനന്റ് ലീഡിങ് ടു ഹീറ്റ്.
അതായത് ഈ പിത്തദോഷമാണ് ശരീരത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ എല്ലാ പ്രക്രിയകളെയും നടത്തുന്നത്. ഹീറ്റ് ജനറേഷൻ, അതുപോലെ ഡൈജഷൻ, അതുപോലെ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഒരു 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 ഡൈനമിക് ഒരു ആക്ഷൻ നടത്തുന്ന ഈ പിത്തദോഷമാണ്. അതിൻ്റെ ഒരു ആധിക്യം എന്ന് വെച്ചാൽ ശരീരത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ദോഷത്തെ ഉണ്ടാക്കും. അതായത് സമതുലിതമായിരിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി ആരോഗ്യമായിട്ടിരിക്കുന്നത്. ഇത് എപ്പോഴും ഒരു ഈക്വിലിബ്രിയം ആണെങ്കിൽ ഒരു നമ്മുടെ കാലാവസ്ഥയും എല്ലാം ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. എപ്പോഴും ഈ 3 ദോഷങ്ങൾ ഈക്വിലിബ്രിയം ആകും. എന്തെങ്കിലും ഒരു ദോഷത്തിന് വ്യതിയാനം വരുമ്പോൾ മറ്റേത് ക്ഷയിക്കും, മറ്റേത് കൂടും, അങ്ങനെ വാദപിത്തം. അപ്പൊ ഈ പിത്തദോഷം കൂടുന്നത് ചൂടിനെ കൂട്ടും. അതെന്താണ് ഇൻ ടേൺ നമ്മുടെ ശരീരത്തിലുള്ള ഡ്രൈനെസ്സിനെ കൂട്ടും. അത് ആ ഡ്രൈനെസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജലാംശത്തെ വലിച്ചെടുക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ പീരിയഡ് ഓഫ് എക്സ്ട്രാക്ഷൻ. അതായത് ബോഡി സ്ട്രെങ്തിന് ശരിക്കും ഡിക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ സമ്മർ സീസൺ. അതിനാണ് ഈ ആയുർവേദത്തിൽ ഇതിനെ ആദാന കാലമായിട്ട് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ലക്ഷണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഋതുലക്ഷണം ശരീരലക്ഷണം 2 ടൈപ്പായിട്ടാണ് പറയുന്നത്. ഈ ഋതുലക്ഷണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഗ്രീഷ്മ ഋതുവിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗ്രീഷ്മ ഋതു ശരിക്കും പറഞ്ഞാൽ ഈ ആദാന കാലത്തെ ഏറ്റവും അവസാന ഋതുവായിട്ടാണ് ഗ്രീഷ്മത്തിനെ പറയുന്നത്. ഈ ഋതുവിലാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യന്റെ രശ്മി അതായത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഏറ്റവും ആധിക്യമായിട്ടിരിക്കുന്നത് ആ സമയത്ത് എന്താണ് ഈ ആധിക്യം കാരണം ഈ ഇതിപ്പോ ആയുർവേദത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. ഈ കാറ്റും ഇതെല്ലാം വലിയ ഒരു വരണ്ട ഒരു അന്തരീക്ഷമാവും. ഈ വരണ്ട അന്തരീക്ഷം സൂര്യരശ്മികളാൽ വരണ്ട രശ്മി ശരിക്കും ജലാശയങ്ങൾ വറ്റിപ്പോവുക, അതുപോലെ ശരീരത്തിലെ ജലാംശം വറ്റിപ്പോവുക, ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ഈ അതായത് ഈ കഫത്തിന്റെ അതായത് ഈ നമ്മുടെ ബോഡിയിലുള്ള ലൂബ്രിക്കേഷനൊക്കെ ശരിക്കും ഇത് ഒത്തിരി ബാധിക്കുന്നതാണ്. അത് ഋതുലക്ഷണമായിട്ടാണ്. അതിന്റെയാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ ശരീരലക്ഷണം. ഈ ഋതുലക്ഷണം കാരണം ഈ ഗ്രീഷ്മ ഋതു ചൂടിന്റെ ആധിക്യം കാരണം ശരീരത്തിൽ ഉണ്ടാകുന്നത് ഈ എക്സസീവ് ഹീറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മോയ്സ്ചറിനെയൊക്കെ ഡ്രൈ അപ്പ് അതായത് വരണ്ട് കളയുക, അത് ശരീരത്തിലെ ജലാംശത്തെ വടിച്ചെടുക്കുക. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിലെ വാദദോഷത്തെയും കൂട്ടും. അതാണ് അവിടെയാണ് ഒരു 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 നമുക്കൊരു അത് തോന്നുന്നത്. കാരണം ഈ വാദത്തിന്റെ ആധിക്യവും വേറെ അസുഖങ്ങളെ ഉണ്ടാക്കും. ഈ കഫത്തിന്റെ ക്ഷയം വാദത്തിന്റെ ആധിക്യം ആ രീതിയിലുള്ള അസുഖങ്ങളെയും കൂട്ടും. അപ്പം ഈ കഫം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സന്ധികളിലേക്ക് അതായത് ജോയിന്റ് മോബിലിറ്റിയും അതുപോലെ സന്ധിയുടെയൊക്കെ ശരിക്കും ആരോഗ്യത്തെ നിലനിർത്തുന്ന ഈ കഫത്തിന്റെ ആധിക്യം, കഫത്തിന്റെ ഒരു അവസ്ഥ കാരണമുണ്ട്. ഈ കഫത്തിന്റെ ക്ഷയം കാരണം എന്താ നമ്മുടെ ബലത്തെയും ബാധിക്കുന്നുണ്ട്. ഈ ബലം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യമാണ്. ഈ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ എന്താ ഈ കഫത്തിന്റെ ക്ഷയം കാരണം ബലം ക്ഷയിക്കും. ഈ ബലം ക്ഷയിക്കുമ്പോൾ എന്താ ആരോഗ്യം ക്ഷയിക്കും. ഈ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ എന്താ നമ്മൾ വീണ്ടും രോഗികളാവുകയാണ്. അതാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത്. അതായത് വെൻ കഫ ഡിക്രീസസ് ഇറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഓഫ് ദ കഫ ദോഷ ആൻഡ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ബോഡി. അതായത് ശരിക്കും പറഞ്ഞാൽ എനർജി ലെവലും കുറയുന്ന ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോ നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഋതുചാരിയപ്പം കാലങ്ങളെ പറ്റി കാണിക്കുന്നത് ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഇതിൽ നമ്മളിപ്പോ ഞാൻ ഇത് ജസ്റ്റ് ഒരു പിക്ടോഗ്രാഫിക് റെപ്രസെന്റേഷൻ കാണിക്കുക. സീസൺ അതായത് സമ്മർ സീസൺ, വിന്റർ സീസൺ, ഓട്ടം സീസൺ, പ്രീ വിന്റർ, വിന്റർ ആൻഡ് സ്പ്രിംഗ് സീസൺ. ഇതിപ്പോ ഞാൻ നേരത്തെ തണുപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ നമുക്ക് നോക്കട്ടെ ഋതുചര്യ എന്ന് വെച്ചാൽ സീസൺ. ചര്യ മീൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡൂസ് ആൻഡ് ഡോൺസ്. അതായത് ഇറ്റ്സ് എ സിസ്റ്റമിക് പ്ലാൻ ആസ് ഓഫ് ഡയറ്റ് തെറാപ്പി ഓർ മെഡിക്കേഷൻ എക്സ്പെഷ്യലി ടു ഇംപ്രൂവ് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്ത് ഓഫ് എൻ ഇന്ത്യ. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തും നമുക്ക് പണ്ട് ശാസ്ത്രം പറഞ്ഞിട്ട് ഇന്ന കാലത്ത് വർഷകാലത്ത് ഇന്നതനുസരിക്കുക, ഗ്രീഷ്മ ഋതുത്തിൽ ഇന്ന് കഴിക്കുക, തണുപ്പ് കാലത്ത് ഇന്ന്, മഴക്കാലത്ത് ഇന്ന്, ഇതെല്ലാം നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്. കാരണം ഇതെന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ ഈ ആരോഗ്യം അതായത് നമ്മുടെ ഓജസ്സിനെയാണ് ഇതെല്ലാം നോക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി, വാട്ട് ഈസ് നോട്ട് ആസ് ദ ഇമ്മ്യൂണിറ്റി. കാരണം പണ്ടൊക്കെ ഇത്ര ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ കാരണം എന്താ പറയുക, ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽ അതായത് അവരോര് ഈ ഓരോ കാലഘട്ടത്തിൽ കഴിക്കേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങളും ജീവിക്കേണ്ട രീതികളും അതുപോലെ തന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടാണ് അന്നും അവർ ആരോഗ്യവാനായിട്ടും ആരോഗ്യവതിയായിട്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാനിപ്പോ ചെറിയൊരു ഉദാഹരണം പറയാം. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ വെള്ളം, ഭക്ഷണം, വായു എല്ലാം നല്ല പ്യുവർ ആയിരുന്നു. അന്ന് ആൾക്കാരെല്ലാം നല്ല ഹെൽത്തി ആയിരുന്നു. ഈ ഹെൽത്തി ആയിരുന്നപ്പോ എന്താണ് സംഭവിച്ചിരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ധാതുക്കളും ഹെൽത്തി ആവും. ഇപ്പൊ ആയുർവേദത്തിൽ അതായത് സപ്തധാതുക്കളാണ് പറയുന്നത്. രസം, രക്തം, മാംസം, അസ്ഥി, മജ്ജ, ശുക്ല, ഇതെല്ലാമാണ് പറയുന്നത്. ഈ ധാതുക്കളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ആരോഗ്യം ഇരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ കാലത്തിന്റെയും അതുപോലെ ആ കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഡൂസ് ആൻഡ് ഡോൺസ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, തണുപ്പ് കാലത്ത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ സെഷനിൽ ഇതാ പറഞ്ഞത്, തണുപ്പ് കാലത്ത് നമുക്ക് കഴിക്കേണ്ട ആഹാരത്തിന് വ്യതിയാനമായിട്ട് സമ്മർ സീസണിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷാധിക്യം ഉണ്ടാക്കിയിട്ട് തണുപ്പ് കാലത്ത് പല പല അസുഖം ഉണ്ടാവും. ഈ പല പല അസുഖം ഉണ്ടാക്കുന്ന ലോങ് റണ്ണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് ഇമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നത്. അത് ആർക്കും അറിയില്ല. ഇപ്പൊ അത് തന്നെയാണ് ഇപ്പത്തെ താഴെ ഈ ബോഡി ഈസ് അൺഎബിൾ ടു അഡോപ്റ്റ്. അതായത് ഈ സ്ട്രെസ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴാണ് ഈ ആരോഗ്യത്തിന് ദോഷവൈഷമ്യം ഉണ്ടാകുന്നത്. ദോഷവൈഷമ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസീസ് സ്റ്റേറ്റ്. അതായത് ത്രിദോഷങ്ങളുടെ വാതപിത്ത കഫത്തിന്റെ 3 ദോഷങ്ങളുടെ അതായത് ക്ഷയപ്രകോപാവസ്ഥകളൊക്കെ ഉണ്ട്. അത് ആയുർവേദ പറഞ്ഞു. ഇതിനെ ശരിക്കും ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ദോഷത്തിന്റെ വൈഷമ്യം ഉണ്ടാകുന്നത്. ഈ ദോഷവൈഷമ്യമാണ് രോഗത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ ബോഡി ഈസ് അൺഎബിൾ ടു അഡോപ്റ്റ് ഇറ്റ്സെൽഫ് ടു സ്ട്രെസ്സസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ സ്പെസിഫിക് ഡിസീസ് മേ ലീഡ് ടു ഡിസീസ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ശരിക്കും ഈ ലേബേഴ്സ് മസ്ദൂർ, അതായത് നമ്മുടെ ഇപ്പൊ ഈ കൂലിപ്പണി ചെയ്യുന്നത് നല്ല വേനൽ ഈ മേസ്ത്രിക്കാരൊക്കെ ഈ വലിയ വലിയ ബിൽഡിംഗ് പണിയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ദൈവം ഇവർ ഇത്ര ചൂട് സഹിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ് അവരുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സ്വെറ്റ് ഔട്ട് ആവുന്നുണ്ട്. അവർ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. ഈ വെള്ളം കുടിക്കുന്നതും നല്ലപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസിന്റെ കോൺട്രാക്ഷൻ ഒക്കെ നല്ലപോലെ ഡൈജഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓൾ ടുഗദർ ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ട്. ഈ ഇമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ കാലത്ത് അവരെ ആരോഗ്യവാനായിട്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ചൂടത്ത് നമ്മൾ എ സിയിൽ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യവാനാണ്. നോ നോ, വി ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി. അവർ ശരിക്കും അവരാണ് ഹെൽത്തി. കാരണം അവരെല്ലാം നോക്കിയും കണ്ടുമാണ്. കാരണം നമ്മൾ എത്ര നമ്മുടെ ശരീരത്തെ അതായത് യൂട്ടിലൈസ് ചെയ്യുന്നു അത്രയും നമ്മൾ ആരോഗ്യവാന്മാരായി പോകുന്ന പറഞ്ഞത്. എ സിയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ കാർ എ സി ഇട്ട് വീട്ടിലും എ സി എല്ലാം ഇരിക്കുന്ന വെച്ചാൽ അത് ഇറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് ഹെൽത്ത്, ഇറ്റ്സ് എ സൈൻ ഓഫ് ഡിസീസ് എന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ ഈ എ സിന്ന് ചിലപ്പോൾ വെളിയിലേക്ക് മാറുമ്പോഴാക്കി ഈ ബോഡി ടെമ്പറേച്ചർ ഹൈപ്പോതെർമിക് ഈ ടെമ്പറേച്ചർ ഈ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നമ്മുടെ ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് ചെയ്യാതെ വരുമ്പോഴാണ് രോഗത്തിലേക്ക് മാറുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് മുമ്പോട്ട് പോവാം. ഞാനത് പറയാം. ഇതിപ്പോ പറയുക ഋതുചര്യയെ പറ്റി. ഇനിയിപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ കഴിക്കാമെന്ന് നമുക്ക് പറയാം. ഫുഡ്സ് ടു കൺസ്യൂം എന്തൊക്കെ. ആദ്യം പറയണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. ഈ ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വേനൽക്കാലത്ത് ഡോക്ടർ പറഞ്ഞ് ധാരാളമാണ് പ്രൊവൈഡഡ്. അവിടെയാണ് ഒരു പോയിന്റ്. ആർക്കൊക്കെ വെള്ളം കുടിക്കാൻ പാടും. ഈ വെള്ളം ധാരാളം കുടിക്കുന്നത് പല കണ്ടീഷനിലും ദോഷം ചെയ്യും. അതായത് അത് ഓരോരോ കണ്ടീഷനിലാണ് ധാരാളം വെള്ളം കുടിക്കുന്നുള്ള. പക്ഷെ ഇപ്പൊ നമുക്ക് റീനൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് CKD പോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രോസ്റ്റേറ്റ് എല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തിന്റെ അംശം കുറയ്ക്കണം എന്നാണ് പറയുന്നത്. വെള്ളം കുടിച്ചോളൂ, പക്ഷെ നമുക്ക് അണ്ടർലൈൻ ഫാക്ടേഴ്സ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് ഇപ്പം സോഡിയം പൊട്ടാഷ്യം ഈ ലോ ആവുമ്പോൾ, അതായത് ശരിക്കും പറഞ്ഞാൽ പൊട്ടാഷ്യം അത് ശരിക്കും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വലിയ 2 ഘടകങ്ങളാണ് സോഡിയം പൊട്ടാഷ്യം. ഇതിന്റെ വ്യതിയാനം അതായത് ഹൈപ്പോനട്രീമിയ ഹൈപ്പോകലീമിയ ഈ അവസ്ഥ കുറയുന്ന അവസ്ഥയിൽ വെള്ളം കുടിക്കുന്നത്, ഈ സോഡിയം കുറയുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നത് ശരിയല്ല ഒരുപാട്. അതിനാണ് ഓരോരോ കണ്ടീഷൻ ഉണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ചൂടുകാലത്ത് ഞാനിപ്പോൾ അതിലേക്ക് വരുവാണ്. നമുക്ക് ധാരാളം മോരും വെള്ളം കുടിക്കാം, കോക്കനട്ട് വാട്ടർ കുടിക്കാം, ലെമൺ ജ്യൂസ് കുടിക്കാം, കരിക്കും വെള്ളം. ഇതിൽ ഞാനൊരു സ്ട്രെസ് പറയും. കോക്കനട്ട് വാട്ടർ എന്ന് വെച്ചാൽ കരിക്കും വെള്ളം ചൂടുകാലത്ത് നമ്മൾ ധാരാളം കുടിക്കാന്ന് വെച്ചാൽ എല്ലായിടത്തും ഇറങ്ങുമ്പോൾ നമ്മൾ കരിക്കും വെള്ളം കുടിക്കാം. കാരണം വേനൽക്കാലല്ലേ പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നോക്കേണ്ടത്, നമുക്ക് ഹൈ BP ഉള്ള പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ BP ഉള്ള പേഷ്യൻസ് അധികം കോക്കനട്ട് ജലാംശം കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ അതിലുള്ള ഒരു പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതൽ BP-നെ എലിവേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനും അധികം കരിക്കും വെള്ളം കുടിക്കാൻ പാടില്ല, അത് ഷുഗർ എലിവേറ്റ് ചെയ്യും. പ്രഗ്നൻസി അങ്ങനെ പല ഘട്ടങ്ങളും ഒരുപാട് കരിക്കും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഒരു മിതമായിട്ടല്ല. ലെമൺ ജ്യൂസ്, ഷുഗർ കെയിൻ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് വേനൽക്കാലത്ത്. പിന്നെ ഫ്രൂട്ട്സ്, ധാരാളം ജലാംശമുള്ള ഫ്രൂട്ട്സ്, അതായത് വാട്ടർമെലൻ ആയി, ബെറീസ് ആയി, മാംഗോ ആയി, ഗ്രേപ്സ് ആയി, ആപ്പിൾ, ഈ മുതലായ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. പക്ഷെ ഇതിലൊക്കെ നമുക്ക് കോൺട്രാൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ. ഈ മാംഗോ, ഗ്രേപ്സ് ഒക്കെ പറയുന്നത് ചിലപ്പം ഈ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കൊന്നും പാടില്ല. പക്ഷെ നമുക്ക് ഫ്രൂട്ട് സലാഡ് ആയിട്ട് കഴിക്കാം. കാരണം ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ ഇതിൽ ധാരാളം നാരിൻ്റെ അംശം, അതായത് ഫൈബേഴ്സ് ധാരാളം ഉണ്ടാവും. ഈ ധാരാളം ഫൈബേഴ്സ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഷുഗറിനെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുമെന്നാണ് പറയുന്നത് നാരുള്ള അംശം ചെല്ലുമ്പോൾ. കാരണം അത് ഗ്ലൈസമിക് ഇൻഡെക്സിനെ ഗ്ലൂക്കോസ് ലെവലിനെ പെട്ടെന്ന് കൂട്ടത്തില്ല എന്ന് പറയാം. ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ നോക്കിയും കണ്ടുമാണ് ഓരോരോ പേഷ്യൻസ് ആയെങ്കിൽ അതിന് കൊടുക്കേണ്ട ഏതൊക്കെയാണെന്ന് അത് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഈറ്റ് മോർ വെജിറ്റബിൾസ്, എസ്പെഷ്യലി കുക്കുംബർ, ഓണിയൻ, ഈ കീര, കക്കരി എല്ലാം നമ്മൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ക്യാരറ്റ്, റാഡിഷ് ഇപ്പം ചൂടുകാലത്ത് കിട്ടത്തില്ല, ബോട്ടിൽ. കാരണം ഇതിലൊക്കെ ജലാംശം ഒരുപാടുള്ളതാണ്. അത് സമ്മർ സീസണിൽ ഒരുപാട് നല്ലതാണ്. പിന്നെ നെയ്യും പാലും
അതായത് അതും നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ് പറയുന്നത്. പിത്തശമനാണ് നെയ്യിനെ പറയുന്നത്. പാലും നല്ലതാണ്. ഈ പാല് നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഒരു ജനറൽ ആയിട്ടാണ് പറയുന്നത്. കാരണം ചില കണ്ടീഷനിലത്തെ പാലിപ്പം ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ള പേഷ്യന്റ് നമ്മളിപ്പോൾ പാല് ധാരാളം കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ലൂസ് മോഷനോ അങ്ങനത്തെ പല പല ഇഷ്യൂസ് വരും. നെയ്യ് കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഹൈ അതായത് ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉള്ളതോട് നെയ്യ് എപ്പോഴും കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ജനറൽ ആയിട്ട് കഴിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ ഏതൊക്കെ ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം? കാരണം ശരിക്കും പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ പിത്തത്തിനെ കൂട്ടുന്ന ഒരവസ്ഥയാണ്. പിത്തം അധികമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഈ പിത്തം കൂടുതലായിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ പുറകിൽ തന്നെ ഈ ചൂടും അതും മുളകും എരിവും ഉള്ള അധികം കഴിക്കുമ്പോൾ എന്താ ഇത് ഓട്ടോമാറ്റിക് വീണ്ടും പിത്താധിക്യം ഉണ്ടാക്കും. ഈ പിത്താധിക്യം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉൾപ്പഴുക്കും, ഈ അസിഡിറ്റിയും അതുപോലത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളിതൊന്നും അറിയില്ല. നമ്മൾ ഈ പറയുന്ന വേനൽക്കാലത്തും ചിക്കൻ കഴിക്കാം, മുട്ട കഴിക്കാം. മുട്ടയൊക്കെ വെച്ചാൽ ശരിക്കും തരം ചൂടാണ്. അതുപോലെ ചിക്കനും ബീഫും ഇതെല്ലാം ശരിക്കും ചൂട് ജനറേറ്റ് ചെയ്യും. അത് പല പല അസുഖങ്ങളെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. ഇത് ലോങ് റണ്ണിൽ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ്സ് സോ മെനി ഡിസോർഡേഴ്സ്. അങ്ങനെ കുറെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നത്. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു അവോയ്ഡ് കറീബിയൻ ഡിഷസ്. അങ്ങനെ ഓയിൽ അധികം ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊളോഷ്യം പോലെ, അതായത് ഓലൻ, കാളൻ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ, കാരണം ജലാംശം അധികം മസാലകളൊക്കെ കുറേയുള്ള കഴിക്കുന്നത് നമ്മുടെ വയറിനും ഗുണം ചെയ്യും. അത് സ്റ്റൊമക്കിനെ അപ്സെറ്റ് ചെയ്യില്ല. അതുപോലെ ചൂടുകാലത്ത് ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്നതല്ല എന്ന് പറയും. പക്ഷെ അതൊക്കെ ബോഡിയെ വാം ചെയ്യുന്നുള്ളൂ. ഇതൊന്നും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പല്ല. തന്നെ നമുക്ക് വീണ്ടും താഴെ വരുള്ളൂ. ആ സമയത്ത് ശരിക്കും നമ്മൾ സംഭാരോ അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കുടിക്കുക, ഐസ്ക്രീം മാത്രം അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക് കുടിക്കുന്ന ഒരു ശമനം കിട്ടും. പക്ഷെ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും തണുപ്പല്ല തന്നെ. അതുപോലെ ടീ ആൻഡ് കോഫി. ഈ ടീ ആൻഡ് കോഫിയിൽ കഫീനാണ് കൂടുതലുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഡീഹൈഡ്രേറ്റിംഗ് എഫക്റ്റാണ് ബോഡിയിൽ ചെയ്യുന്നത്. ശരിയാണ്, ഒരു നേരം ഇച്ചിരി ചായ കുടിച്ചാൽ ഉഷ്ണേന ശാന്തി എന്നൊക്കെ പറയും. പക്ഷെ ഒരുപാട് ചിലവർ ഈ ഓഫീസ് ജോലിയിലൊക്കെ ജോലി ചെയ്യുന്നവരും 2, 3, 4 ചായ കുടിക്കും. ഇതെന്താ ചെയ്യുന്നത്? ഇത് കൂടുതൽ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ബോഡിയിലെ ജലാംശം കുറച്ച് നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ ആസിഡിറ്റി, നെഞ്ചരിച്ചിൽ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ഈ ഗ്യാസ് ഫോർമേഷൻ, അത് പല പല അസുഖങ്ങളിലേക്ക് പോകും. അപ്പൊ ടീ ആൻഡ് കോഫി കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ആയിട്ടുള്ള രാവിലെ വൈകുന്നേരം ഒരെണ്ണം എടുത്താൽ കുഴപ്പമില്ല, അധികം വേണ്ട. ചിലവർ സ്ട്രെസ് കുറയ്ക്കാൻ പോലും ടീ കോഫി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും ഓഫീസിലൊക്കെ, അത് വേണ്ട. ഇനിയിപ്പം നമുക്ക് റീസൺ ഫോർ ഡിസീസ് ഡ്യൂറിങ് സമ്മർ സീസൺ എന്ന് പറയും. അതിൽ അഷ്ടാംഗഹൃദയ സൂത്രശാന്തി പറയുന്നത് ശീതേ അഗ്രം വൃഷ്ടികർമ്മേ അല്പബലം മദ്യം തു ശേഷം. അതായത് ശീതേ അഗ്രം തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ബലം കൂടുതലായിട്ടിരിക്കുന്നത്. അതായത് വിന്റർ ഹേമന്ത സീസൺ ഹയസ്റ്റ് സ്ട്രെങ്ത് കൂടുതലുള്ളത്. അത് വൃഷ്ടികർമ്മേ അല്പബലം. വൃഷ്ടി എന്ന് വെച്ചാൽ ധാരാളം മഴ പെയ്യുന്ന ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ അതായത് ബലം തീരെ ഇല്ലാതിരിക്കുന്നതാണ് സമ്മർ ആൻഡ് റെയിനി സീസൺ. ബാക്കിയുള്ള അതായത് സ്പ്രിംഗ് ആൻഡ് ഓട്ടമിൽ ശരിക്കും മധ്യമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ അതാണ് ഈ ഡിസീസ് കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ബലം അല്പമായിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് അഷ്ടാംഗ സൂത്രശാന്തി പ്രത്യേകം എടുത്തു പറയുന്ന ശ്ലോകം. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ 7 മോസ്റ്റ് കോമൺ ഡിസീസ് ഇൻ സമ്മർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പ്രധാനമായിട്ട് ഹീറ്റ് സ്ട്രോക്ക്, ഡീഹൈഡ്രേഷൻ, ഫുഡ് പോയ്സണിങ്, ഡയറിയ, മോസ്കിറ്റോ ബോൺ, ഹീറ്റ് റാഷ്, സൺബേൺ, ഈ മുതലായ അസുഖങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൂട് കാരണം കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ ആദ്യം വരുന്ന ഹീറ്റ് സ്ട്രോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈപ്പർതെർമിയ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അധികം ചൂട് കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ എന്താ, അത് ശരിക്കും സീരിയസ് കണ്ടീഷൻ തന്നെയാണ്. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ അധികം വേനൽക്കാലത്ത് വെളിയിൽ ജോലി ചെയ്യുന്നവരോടൊക്കെ പറയാറുണ്ട്, ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള കാലഘട്ടത്തിൽ സമയത്ത് ജോലി അധികം ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം ആ സമയത്താണ് ഈ സ്ട്രോക്കിന്റെ ചാൻസ് കൂടുതൽ വരുന്നത്. കാരണം നമ്മുടെ ബോഡി 37 ഡിഗ്രി എബോവ്, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് മുകളിലോ അതായത് 104 ഫാരൻഹൈറ്റ് എബോവ് ആകുമ്പോഴേക്കാണ് നമ്മുടെ ശരിക്കും മെന്റൽ സ്റ്റാറ്റസിനെ ബാധിക്കും. അത് നമ്മുടെ ഈ ജലാംശത്തിനെ വലിച്ചെടുക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെലീറിയം പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ മെന്റൽ സ്റ്റാറ്റസിനെ തന്നെ മാറ്റിയിടും. ഒരു കൺഫ്യൂഷൻ പോലെ വരും. നമുക്കൊരു ബോധം കെടുന്ന പോലെ ഒരു സിംറ്റം, പെട്ടെന്ന് ഹാർട്ട് ബീറ്റ്, ടാക്കിക്കാർഡിയ പോലെയുള്ള അവസ്ഥ, തല കറക്കം, തലവേദന, ഛർദി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ അധികമായ ചൂട് ഹൈപ്പർതെർമിയ കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ ഓർഗൻസിനെ ഫങ്ഷനെ ബാധിക്കുന്നതാണ്. കാരണം ഇത് ശരിക്കും എല്ലാം നമ്മുടെ ശരീരത്തിൽ 70 to 75% എല്ലാ ഓർഗൻസിലും ജലാംശമാണ്, വെള്ളമാണ്. ബ്രെയിനിലായാലും 75 to 80% ജലം. ഈ വെള്ളത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഹീറ്റ് സ്ട്രോക്ക് അധികം വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു എൻസെഫലോപ്പതി, അതായത് ബ്രെയിൻ ഡിസ്ഫങ്ഷനും ഉണ്ടാവും ബ്രെയിനിന്റെ. അതാണ് ഈ വരുന്ന കൺഫ്യൂഷനും ഒരു ഡെലീറിയം പോലെ എന്തെങ്കിലും പിച്ചും പറയുന്നത്. അതാണ് ഈ ഹീറ്റ് സ്ട്രോക്ക്. അത് അധികം ചൂട്
അതായത് എപ്പോഴും ഈ 40 നമ്മൾ ശരിക്കും പറഞ്ഞാൽ 44 ഡിഗ്രി ഒക്കെ ആണെന്ന് പറയും. പക്ഷെ നമ്മുടെ ബോഡി അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് നമുക്കൊരു ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ബോഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറിന് അതായത് അധികമാകുമ്പോഴാണ് ബോഡിക്ക് എക്സസ് സ്വെറ്റ് ചെയ്യാൻ പറ്റാതെ വരും, ബോഡിക്ക് ടെമ്പറേച്ചറെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ചേഞ്ചസ് നമ്മളെ ഫേസ് ചെയ്യുന്നത്. അതാണ് ഹീറ്റ് സ്ട്രോക്ക് ആയിട്ട്. ഈ ഹീറ്റ് സ്ട്രോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ചികിത്സ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഹീറ്റ് സ്ട്രോക്ക് വന്ന രോഗിയെ നേരെ ആദ്യം നമ്മളൊരു തണുപ്പായ ഒരു ഏരിയയിലേക്ക് മാറ്റി ശരിക്കും പറഞ്ഞാൽ അവരെ നല്ല ഒരു കൂൾ കംപ്രസ് പോലെ എന്തെങ്കിലും തണുപ്പുള്ള, അതായത് ശരിക്കും പറഞ്ഞാൽ മുഖത്തേക്ക് ഇച്ചിരി വെള്ളം ശരിക്കും നല്ലപോലെ തണുപ്പിക്കുക. വെള്ളം ഒഴിച്ചാലും മതി എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു കൂൾ ബാത്ത് കൊടുക്കുക, ആ തണുപ്പിനെ ഒന്ന് ശമിപ്പിക്കണം, വെള്ളം കുടിപ്പിക്കാൻ കൊടുക്കാം. തണുപ്പ് വേഗം എങ്ങനെയാണ് ബോഡിയെ നല്ലൊരു തണുത്തായ സ്ഥലം, ഒരു തണുപ്പായ ഏരിയയിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ആ ബോഡി റിലാക്സ് ആവും, ആ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു വരും, നോർമൽ ഹ്യൂമൻ ടെമ്പറേച്ചറിലാവുമ്പോഴത്തേക്കും നോർമൽ ഫങ്ഷൻ. ആ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കണം, കാരണം ജലാംശം കുറയുമ്പോൾ വേറെ ഈ പറഞ്ഞ പോലെ ടാക്കിക്കാർഡിയയും അതുപോലെ വേറെ കാർഡിയാക് ഇഷ്യൂസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മാനേജ്മെന്റ് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നേരെ കൊണ്ടുപോകാം. ഇപ്പൊ ഹീറ്റ് സ്ട്രോക്ക് വന്നാൽ നമ്മളിപ്പോൾ മാറ്റിയല്ല, എന്തെങ്കിലും വേറെ ബോധം ശരിക്കും കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. IV പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പേഷ്യന്റിനെ നമ്മൾ കോൺഷ്യസ് ആക്കണം. അല്ലാതെ ബോധം കെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ തണുപ്പിലേക്ക് മാറ്റുകയല്ല ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് യു ഹാവ് ടു ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ, ഗിവ് ഫസ്റ്റ് എമർജൻസി മാനേജ്മെന്റ്, എന്തെങ്കിലും IV പോലെ എന്തെങ്കിലും കൊടുക്കണം. അത് ഹീറ്റ് സ്ട്രോക്ക് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ, ഈ ഹീറ്റ് സ്ട്രോക്കും ഡീഹൈഡ്രേഷൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഡീഹൈഡ്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പുറത്ത് പോയി കുറച്ച് നമ്മൾ വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും അത് വെള്ളം ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിൽ ദാഹം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 2 to 3 liters ഓഫ് വാട്ടർ കുടിക്കണം എന്നാണ് പറയുന്നത്. ഏത് കാലാവസ്ഥയിലായാലും, ചൂട് കാലത്ത് ഇച്ചിരി ആയാലും കുഴപ്പമില്ല. കാരണം ഈ വാട്ടർ എപ്പോഴും നമ്മുടെ ബോഡിയുടെ മെയിൻറ്റെനൻസ് ചെയ്യാനും ഹോമിയോസ്റ്റാസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ഒരുപാട് പ്രധാന ഘടകമാണ്. ആൻഡ് ദ പ്രൈമറി ഫോക്കസ് ഇസ് റീപ്ലേയിങ് ലോസ്. ഈ എപ്പോഴും വെള്ളം മാറും തോറും നമ്മൾ ഈ കുട്ടി കയ്യിൽ വെക്കുന്ന വെച്ചാൽ ഇലക്ട്രോലൈറ്റും വെള്ളം തന്നെ ഇപ്പം നമുക്ക് കൊടുക്കേണ്ടി വരും. എപ്പോഴും വെള്ളത്തിന്റെ അംശം നമുക്ക് അറിയും. ഈ ORS കൊടുക്കുന്ന വെച്ചാൽ ORS ശരിക്കും പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡും പൊട്ടാഷ്യം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും സൂക്രോസും ആണ്. ഈ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമ്മൾ ഈ ORS കലക്കി കൊടുക്കുന്നു, ലൈനി പോലെ കൊടുക്കുന്നതാണ്. അതായത് റിപ്ലീഷനിഷ്, അതായത് വെള്ളം ജലാംശം പോയ വെള്ളത്തെ നമുക്ക് തിരിച്ചെടുക്കും. കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോഡിന് ഒരുപാട് തളർച്ച പോലെ, ക്ഷീണം വരും, തലകറക്കം പോലെ, ചിലപ്പോൾ ലോ BP പോലും ആവും. അപ്പൊ സിവിയർ കേസിൽ നമുക്ക് IV ഒക്കെ കൊടുക്കേണ്ടി വരും. അതായത് IV പോലെയൊക്കെ കൊടുക്കാം. നമ്മുടെ ഇപ്പൊ ആയുർവേദത്തിൽ നമുക്കിപ്പോൾ കൊടകലാഴ്ച ഗുളൂച്ചാതി കഷായം, ദ്രാക്ഷാതി കഷായം, ഷടങ്ങൻ കഷായം ഒക്കെ പറയുന്നുണ്ട്. ഈ കഷായങ്ങൾ കഷായം ആക്കിയിട്ട് വേണ്ട, നിങ്ങൾക്ക് പാനീയം പോലെ കഴിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മില്ലി കഷായം, 20 മില്ലി കഷായത്തിലും ഒരു 4 അട്ടി വെള്ളം എടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി കൊണ്ടുവച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടിക്കുക. കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ORS ഫംഗ്ഷൻ പോലും കൊടുക്കും. ഈ ദ്രാക്ഷാതിയും ഷടങ്ങം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളത് രാമച്ചം ഇത് ഉഷീരമൊക്കെ ഉള്ളതാണ്. നല്ലപോലെ ശരീരത്തിന് വെള്ളത്തിനെ റിപ്ലീഷ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു കഷായമാണ് ഷടങ്ങൻ കഷായം. തണുപ്പിക്കുന്നതാണ്, പിത്തത്തെ ശമിപ്പിക്കുന്നതാണ്. ഇന്ന മരുന്നുകൾ കഷായമായിട്ട് കുടിക്കാൻ ആർക്കും എപ്പോഴും കൊണ്ടത്തില്ല നമുക്ക്, പക്ഷെ ഇതിന് പാനീയമായിട്ട് നമുക്ക് കുടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വരുന്ന വെച്ചാൽ ഭക്ഷണ രീതിയിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ വായു, ജലം, ഭക്ഷണം, ഇങ്ങനെ ഓരോരോ ഈ കാലാവസ്ഥ ഓരോരോ പ്രോബ്ലം ഉണ്ടാക്കുമല്ലോ. ഫുഡ് പോയ്സണിങ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സമ്മർ സീസണിൽ ഫുഡ് പോയ്സണിങ് വരാൻ കാരണം ഈ ചൂട് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമിഡ് ക്ലൈമറ്റും ചൂടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെയും ഈ ഫംഗസിനെയൊക്കെ അതുപോലെ വേറെ പാരസൈറ്റിനെയൊക്കെ വളരാൻ ഒരുപാട് പ്രചോദനം ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ്. ദ റിസ്ക് ഓഫ് ഫുഡ് പോയ്സണിങ് ഹയർ സമ്മർ ബിക്കോസ് ഗ്രോത്ത്, അതായത് സാൽമണല്ല പോലത്തെയുള്ള പ്രിവിലന്റ് ആണ് സമ്മർ സീസണിൽ. പോരാഞ്ഞിട്ട് വെള്ളം പോലും കണ്ടാമിനേറ്റഡ് ആവും. ഈ വെള്ളം കണ്ടാമിനേഷൻ ആകുമ്പോഴാണ് ഈ ഫുഡ് പോയ്സണിങ് ഉള്ളത്. കാരണം ഈ ബാക്ടീരിയ ഒക്കെ കൂടുതൽ ഈ വാമർ ടെമ്പറേച്ചറിലാണ് സർവൈവ് ചെയ്യുന്നത്. അത് ഒരുപാട് കണ്ടാമിനേഷൻ നടക്കാനും കാരണമാവും. അതായത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും ഒരു ഛർദി വരുന്നു, അതുപോലെ ഒരു ഛർദി, ഓക്കാനം പോലെ, വയറിനൊരു ക്രാംസ്, ചിലപ്പോൾ ലൂസ് മോഷൻ ഒക്കെ വരാം. ട്രീറ്റ്മെന്റ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഡ്രിങ്കിങ് പ്ലെന്റി ഓഫ് വാട്ടേഴ്സ്, ശരിക്കും ധാരാളം വെള്ളം കുടിക്കാനാണ് പറഞ്ഞത്. ORS ലൈനിയൊക്കെ കൊടുക്കാൻ പറയും. പക്ഷെ ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ ഡസൻ മീൻ നമ്മൾ വെള്ളം കൊടുക്കുക. കാരണം ഈ വെള്ളം ധാരാളം കുടിച്ചാലും ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ സോഡിയം, ചിലപ്പോൾ ഒരുപാട് വെള്ളം കൊടുത്താലും സോഡിയം കുറയും. അത് വേറെ ഇഷ്യൂസിലേക്ക് പോകും. ഹൈപ്പോനാട്രീമിയ പോലത്തെ അതൊരു ഡിസീസ്, അതായത് ഒരു എമർജൻസി മാനേജ്മെന്റ് കണ്ടീഷൻ. അപ്പം നമുക്ക് നോക്കേണ്ട ഫുഡ് പോയ്സണിങ് ആയ അത്യാവശ്യം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ രീതിയിലായെങ്കിൽ നമുക്ക് തന്നെ മാനേജ് ചെയ്യുമെങ്കിൽ ORS പോലെ കൊടുക്കുക. സിവിയർ ആയിട്ട് സിംറ്റംസ് വരുമോ പേഷ്യന്റ്, അതായത് ഈ ഫുഡ്
കഴിച്ച തൊട്ടേ ഛർദി, നല്ലപോലെ വയർ ക്രാംസും ഒരുപാട് ലൂസായിട്ട് പോവാ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ, ഫിസിഷ്യനെ കാണണം. ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് വെക്കേണ്ട ഗുളികകളാണ് വിൽവാദി ഗുളികയും കുടജാരിഷ്ടം പോലെയുള്ള. ഈ വിൽവാദി ഗുളികയുടെ വിൽവാദി ഗുളികയുടെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ഫുഡ് പോയ്സണിങ്ങും, അതായത് ഒരു അഗ്നി സംബന്ധമായിട്ട് വയറിന് എന്തൊരു വികാരങ്ങൾ, അതായത് ബവൽ സിസ്റ്റത്തിന്റെ ലൂസ്, ഫുഡ് പോയ്സണിങ് ആയാലും ഡയറി ആയാലും ഏതൊരു കണ്ടീഷനും വിൽവാദി ഗുളിക ഇസ് വെരി എഫക്റ്റീവ്. നമ്മുടെ ഡോസ് എന്ന് വെച്ചിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പോൾ സിവിയറിറ്റി കൂടുതലായി 3 നേരം 2 എണ്ണം വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ കുട്ടികളായി 1 രാവിലെ 1 വൈകുന്നേരം കൊടുക്കാം. ആ സമയത്ത് കുടജാരിഷ്ടത്തിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയർ ഫുഡ് പോയ്സണിങ് ഒക്കെ ഒരുപാട് ശമനം കിട്ടും. ദൂഷി വിചാരി ഗുളിക അതുപോലെ തന്നെയാണ് ഈ ഫുഡ് പോയ്സണിങ്ങിനൊക്കെ നല്ല ഗുണം ചെയ്യും. ഈ സിംറ്റംസിനെയൊക്കെ നല്ലപോലെ മാറ്റിയെടുക്കുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് വിൽവാദി ഗുളിക കഴിക്കുമ്പോൾ തന്നെ പേഷ്യന്റ് ആദ്യം ആ വയറ്റിലൊരു കമ്പന്, അത് വയറ്റിലൊരു പിടുത്തം, നല്ലൊരു വേദന പോലെ, അതിനൊക്കെ നല്ല മാറ്റം വരും. ചിലപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷ്യവിഷബാധയൊക്കെ ഏറ്റ് ശരിക്കും ഞാൻ ചിലവർക്കൊക്കെ പനി വരും. ശരിക്കും ആയുർവേദം പറയുന്നത് ഇത് ആമാവസ്ഥയാണ്. ഈ ദഹിക്കാതെ വയറ്റിൽ പോയി ഉണ്ടാകുന്ന ഒരു പോയിസൺ എന്ന് പറഞ്ഞാൽ ആമമാണ്. അത് ശരിക്കും ഒരു പോയിസണാണ്. അതിനെ ശരിക്കും ആമത്തെ മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഫുഡ് പോയിസണിനെ മാറ്റി കൊടുക്കാം. അതിനാണ് ആ ആമ അവസ്ഥ വരുമ്പോൾ നമുക്കൊരു പനി പോലെയൊക്കെ വരും. ആ പനീനെ നമ്മൾ പനി ആയിട്ട് പാരസിറ്റമോൾ കൊടുത്ത് കാര്യമില്ല. നമ്മൾ ശരീരം ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ആ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ മെഡിസിൻസ് which aids digestion and at the same time which helps in reducing the poison effect of the food also. അതിനൊരു വലിയൊരു ഉദാഹരണം നമ്മുടെ ഈ വിൽവാദി ഗുളിക, ദൂഷി വിചാരി ഗുളികയൊക്കെയാണ്. അത് നമ്മൾ എപ്പോഴും എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ട ചില മരുന്നുകളാണ് ഇങ്ങനെ. വിൽവാദി ഗുളികയായാലും കുടജാരിഷ്ടം, എന്തെങ്കിലും ദഹനം വന്നില്ലെങ്കിൽ, ദഹനം പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊരു അരിഷ്ടമായാലും ഒരു ounce എടുത്ത് കഴിച്ചാൽ തന്നെ വയറിന് വലിയ സുഖം കിട്ടും. ഗുളിക ഒരെണ്ണം കഴിച്ചാലും നല്ല. വിൽവാദി ഗുളിക തേനിൽ കൊടുക്കാം, ചൂടുവെള്ളത്തിലായാലും കഴിക്കാം. ഇപ്പൊ ഡയറിയ, ഫുഡ് പോയ്സണിങ് കഴിഞ്ഞ ഡയറിയ, ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് പോയ്സണിങ്ങിന്റെ സ്റ്റേജിൽ തന്നെ നമ്മൾ അതായത് രോഗത്തെ നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് അതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോവാതിരിക്കാൻ പറ്റും. അതായത് കോംപ്ലിക്കേഷൻ മീൻസ് അടുത്ത സ്റ്റേജ് എന്താ, നമുക്ക് ഡയറിയ പോലെയുള്ള ഒരു അവസ്ഥ വരും. ഡയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും, അതായത് വയറ്റിൽ നിന്ന് ഇങ്ങനെ ലൂസ് മോഷൻ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. വെള്ളം എപ്പോഴും, അതായത് വയറ്റിൽ നിന്ന് നമ്മൾ എന്ത് കഴിച്ചു ആ ഒരു അവസ്ഥ, അതായത് ഈ ഫുഡ് പോയ്സണിങ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഡയറിയയിലേക്ക് മാറുന്നത്. അപ്പൊ ഈ ഡയറിയ നേരിട്ടും വരാൻ കേട്ടോ, ഫുഡ് പോയ്സണിങ് കൊണ്ട് മാറാതെ. അതായത് കൺസ്യൂമിങ് കണ്ടാമിനേറ്റ് ഫുഡ് ഓർ വാട്ടർ, വെള്ളം കുടിച്ചാൽ പോലും ചിലപ്പോൾ ഡയറിയ വരും. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശരിക്കും നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്യാകാറസ്, അതായത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് നമ്മൾ ഇപ്പൊ കരിക്കിൻ വെള്ളവും ഇതൊക്കെ വിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതുള്ള ഇപ്പം നമ്മൾ ഈ വടക്കേന്ത്യ ഡൽഹിയിലൊക്കെ ഈ ഗോൽഗപ്പ, അതായത് ഇതൊക്കെ റോഡ് സൈഡ് ഈറ്ററീസിൽ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിന്റെ ടേസ്റ്റും അത് നമുക്കൊന്നും വയറിൽ ലൂസ് മോഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെയൊക്കെ ബോഡി ഒരുപാട് ഈ അക്ലമറ്റൈസ് ആയെന്നതുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഗാസ്ട്രിക് സിസ്റ്റം തന്നെ ഈ വൃത്തികെട്ട വെള്ളമൊന്നും പറയത്തില്ല, അത്രയും നമ്മുടെ വയറടാപ്റ്റ നോർത്ത് ഇന്ത്യയിലുള്ളവർക്കൊക്കെ. ഞാനൊക്കെ അതാ ഓർക്കാറില്ല. കാരണം ഇവർ കലക്കി തരുന്ന വെള്ളം എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ, എവിടുന്നൊക്കെയോ കോരിക്കൊണ്ടു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടാമിനേഷൻ ആയിട്ടുള്ള വെള്ളമാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡയറിയ പോയിട്ട് ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കഴിക്കില്ല. പക്ഷെ നമുക്കൊക്കെ അതിന്റെ രുചിയൊക്കെ ഓർക്കുമ്പോൾ എന്താ രുചി, ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ആ ഗോൽഗപ്പയൊക്കെ ഓർക്കുമ്പോൾ. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കണ്ടാമിനേഷൻ ആണ് വലിയൊരു അസുഖം ഉണ്ടാക്കുന്നത്, ഫുഡ് പോയ്സണിങ്. കാരണം അത് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഉണ്ടാക്കും. അപ്പൊ ഈ വാം വെതർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ കൂട്ടുന്നതാണ് ശരിക്കും ചൂടുകാലം. അതാണ് ഈ ഡയറിയ പോലെയും പിന്നെ അത് ഇൽനെസ് ഉണ്ടാക്കുന്നത്. അപ്പൊ പോരാഞ്ഞിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സസ് ഹീറ്റ്, ബോഡിയിലെ എക്സസ് ചൂട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിനെ ബാധിക്കും. അതാണ് നമ്മുടെ അഗ്നിമാന്ദ്യത, അത്യഗ്നിയും അഗ്നി കൂടിയാലും ദോഷമാണ്. അപ്പം ഈ ബാഹ്യമായിട്ടുള്ള ചൂടും ശരിക്കും ഡൈജസ്റ്റീവിനെ ബാധിക്കും. അതും നമ്മളെ ഇൻഫെക്ഷനെ ഉണ്ടാക്കും. ഇപ്പൊ അതിന്റെ ഗുളികയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിൽവാദി, പാടാതി ഗുളിക, ഡാഡിമാഷ്ട ചൂർണം എല്ലാം വലിയ എഫക്റ്റ്. ഈ ഡാഡിമാഷ്ട ചൂർണത്തിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിന് പോലും നല്ലൊരു എഫക്റ്റ് ആണ്. കാരണം അതൊരു ശരിക്കും ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അത് ഈ കാലാവസ്ഥയായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ഡാഡിമാഷ്ട ചൂർണം നമ്മളൊരു മോറിൽ കലക്കി എന്നും ഉച്ചയ്ക്ക് കഴിക്കുമെങ്കിൽ നമ്മുടെ ഈ വയറിലെ എല്ലാ അസുഖങ്ങൾക്കും നല്ല ഗുണം കിട്ടും. എല്ലാ അവസ്ഥയ്ക്കും നല്ല ഒരു വ്യത്യാസം തരും ഈ ഡാഡിമാഷ്ട ചൂർണം. അതുപോലെ വിൽവാദി, പാടാതി ഗുളിക കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് ഈ ലൂസ് മോഷനൊക്കെ. ഇനി വരുന്നത് ശരിക്കും പറഞ്ഞാൽ സൺബേൺ. ശരിക്കും പറഞ്ഞാൽ ഈ സൺബേൺ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഒരു ടൈപ്പ് ഓഫ് റേഡിയേഷൻ എന്ന് പറയാം. അതായത് ബേൺ, അതായത് ഓവർ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന് ഒരു റെഡ് ഇൻഫ്ലെയിം സ്കിൻ, അതായത് നല്ലൊരു ചോമ്പ് പോലെയൊക്കെ വരുന്നത്. അതായത് നമുക്ക് ഈ സൂര്യാഘാതം എന്നൊക്കെ സൺബേൺ പോലെ
അത് എക്സസ് ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് ചൂട് കൊണ്ട്. ചൂട് വരുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻഫ്ലമേറ്ററി അവസ്ഥയാണ്, ഒരു ഫോട്ടോതെർമിക് എഫക്ട് ഓഫ് ദ സ്കിൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ അധികം അല്ലെങ്കിൽ നമ്മൾ കൂൾ കംപ്രസസ് ഓർ ടേക്ക് കൂൾ ഷവർ, അതായത് ശരിക്കും തണുപ്പ് നല്ലൊരു തണുത്ത വെള്ളത്തിൽ ഒരു ഷവർ എടുത്തു കഴിഞ്ഞാൽ തന്നെ സ്കിന്നിനൊക്കെ നല്ല ഒരു. പക്ഷെ ചിലതൊക്കെ എന്ന് വെച്ചാൽ ഈ സൺബേൺ ശരിക്കും ഒരു ബേൺ പോലെ ആക്കും, നല്ലൊരു മുറിവ് പോലെ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ പറയുന്നത്, ഒരുപാട് വെയിൽ കൊള്ളുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാൻ പറയണം. ഈ ഒരുപാട് എക്സ്പോഷർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ അത് എഫക്ട് ചെയ്യും, നല്ലൊരു മുറിവ് പോലെ തന്നെ ഉണ്ടാക്കാം ഈ സൺബേൺ. അതിന് നമുക്കിപ്പോൾ കോർട്ടിക്കൽ ആക്ഷനിൽ നമുക്ക് ശതദോതകൃതം, ജാത്യാധികൃതം, അതായത് അഗ്നിവ്രണ തൈലമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുളി കഴിയുമ്പോൾ ഒക്കെ ആ ബേണൊക്കെ ശരിക്കും നല്ല റിസൾട്ടാണ്, വേഗം മാറും അത്. പുകച്ചിലും ആ ഒരു റേഡിയേഷൻ കാരണം കൊണ്ടുള്ള അവസ്ഥയ്ക്കൊക്കെ നല്ലൊരു ശമനം കിട്ടും. ശതദോതകൃതം നെയ്യാണത്. അടുത്ത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് പോലെ വൈറൽ ഇൻഫെക്ഷൻ, അതായത് സീസണൽ അലർജീസ്, അതായത് ഇതൊക്കെ ഈ സമ്മർ സീസണിലൊക്കെ കൂടുതൽ കാണുന്നതാണ് ചിക്കൻ പോക്സ്. അതായത് ഒരു വൈറസ് ആണ്, ബട്ട് ഇത് കൂടുതൽ ചൂട് കാലത്താണ്. കാരണം ഈ സൺലൈറ്റ് കൂടുതൽ എക്സ്പോസ് ആകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് ബാധിക്കുക, കൂടുതൽ പിള്ളേരിൽ. അതുപോലെ ശരിക്കും പറഞ്ഞാൽ വെരിസില സോൾസർ വൈറസ്, അത് ഈ വൈറസ് ആണ് ഈ കൂടുതൽ ഈ ബ്രീഡിങ് ടൈമാണ് ഈ സമ്മർ സീസൺ. അപ്പം ഈ ചിക്കൻ പോക്സും അതുപോലെ മീസിൽസ് പോലെ മംസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വൈറസ് സംബന്ധമായിട്ടുള്ള ഈ ചൂടുകാലത്ത് അധികമായിട്ട് കാണുന്നത് ഇതുകൊണ്ടാണ്. ഈ ചൂടുകാലം ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ കൂട്ടുന്ന സമയമാണ്. അത് ബ്രീഡിങ് ഗ്രൗണ്ട് ആണ് സമ്മർ സീസണിൽ. പിന്നെ അലർജി പറയുകയാണെങ്കിൽ അലർജിക്ക് ഒരു കാലഘട്ടമൊന്നും ഇല്ല. ഈ തുമ്മൽ, ജലദോഷവും, ഇച്ചിങ്, കണ്ണിൻ ചൊറിച്ചിലൊക്കെ എല്ലാം നമ്മുടെ ഏത് സമയമുണ്ട്. പക്ഷെ ചൂടുകാലത്ത് ഇച്ചിരി കൂടുതൽ കാണാറുണ്ട്, തണുപ്പ് കാലത്തെ പോലെ. ഇതിപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ അഭിപത്തി ചൂർണം, ഗുൽഗുലു പഞ്ചവ്യം, ഹരിദ്രാഖണ്ഡം ഒക്കെ ശരിക്കും പറഞ്ഞാൽ അലർജി കണ്ടീഷനൊക്കെ ഒരുപാട് നല്ലതാണ്. പക്ഷേ ഈ ചിക്കൻ പോക്സ് സംബന്ധിച്ച് ഈ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മരുന്നല്ല, നമ്മളത് വന്ന് പോകണം. കാരണം അതിൻ്റെ ആ ഇൻക്യുബേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് അത് നമ്മുടെ തന്നെത്താൻ ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ മരുന്നൊന്നും കഴിച്ച് അതിനെ അമർത്താൻ നോക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പീരീഡ് ഉണ്ട്, ടൈം പീരീഡ്, ഇൻക്യുബേഷൻ ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തതാത് കുറഞ്ഞോളും. പക്ഷെ നമുക്ക് ഇതിലിപ്പോൾ അഭിപത്തി ചൂർണം കൊടുക്കാം. ഈ അഭിപത്തി ചൂർണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പിത്ത ശമനമായിട്ടാണ് പറയുന്നത്, പിത്തത്തെ കുറയ്ക്കും ബോഡിയിൽ, ആ ചൂടൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അത് രാത്രി കിടക്കാൻ നേരത്തെ സ്പൂൺ കഴിക്കുന്നത് വേറെ ദോഷമില്ല. കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ശരിക്കും ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ ഈ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ തൈര്, മോര്, അധികം ഇച്ചിങ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടി ഇതൊക്കെ ശരിക്കും ഇച്ചിങ് കൂട്ടും. അപ്പോൾ സ്കിന്നിനൊക്കെ ബാധിക്കും. അതൊക്കെ അധികം കൊടുക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമുക്ക് വാട്ടർ ജന്യമായിട്ട്, അതായത് വാട്ടർ ബോൺ ഡിസീസിൽ വരുന്ന ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ സമ്മർ ഡിസീസാണ്. ബാക്ടീരിയ സാൽമണല്ല ടൈഫി പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടർ ആയിട്ടുള്ള വാട്ടർ മലിനജലമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് ശരിക്കും നല്ല പനിയും അതുപോലെ അബ്ഡോമിനൽ പെയിനും ശരീരത്തിന് വീക്ക്നെസ്സും അതുപോലെ ശരിക്കും ഒരു വിശപ്പില്ലായ്മയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ടൈഫോയിഡ് ഫീവർ എന്ന് ഞാൻ പറയത്തില്ല എല്ലാവർക്കും വരണം. പക്ഷെ നമ്മൾ ഈ ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പുറത്തെ വെള്ളം കുടിക്കാതിരിക്കുക, എപ്പോഴും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ബോട്ടിൽ വാട്ടർ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത്. എത്ര വൃത്തി ഉണ്ടെങ്കിലും നമ്മൾ തിളപ്പിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇതൊക്കെ. അപ്പം നമ്മൾ ആ സമയത്ത് ഇങ്ങനത്തെ ഫീവർ വരുമ്പോൾ നമ്മൾ ബോഡി റെസ്റ്റാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ആയുർവേദത്തിൽ ഇപ്പം ഈ ടൈഫോയിഡ് ഫീവറൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം. അല്ലാണ്ട് നമ്മളിപ്പം ആയുർവേദം ചെയ്യാനല്ല പറയുന്നത്. എന്തെങ്കിലും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ബോഡി റെസ്റ്റിന്റെ കൂടെ തന്നെ ഇന്ദുകാന്ത കഷായം, ദ്രാക്ഷാദി കഷായം, ഈ അമൃതാർഷണം, സുദർശനാസം ഒക്കെ ഒരുപാട് നല്ലതാണ്. അതായത് ഇങ്ങനത്തെ പനികളിലൊക്കെ, ടൈഫോയിഡ് ഫീവർ പോലെ തന്നെ കണ്ടീഷൻസിൽ. അപ്പൊ ഇതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ സമ്മർ സീസണിൽ ഈ ഗ്രീഷ്മ ഋതുവിൽ ശരിക്കും പറഞ്ഞാൽ റീനൽ സംബന്ധമായി, കിഡ്നി സംബന്ധമായിട്ടും വരാം. അതായത് കിഡ്നി ഹെൽത്തിനെയും ബാധിക്കാം. അത് ഞാൻ പറയാത്ത കാരണം വെച്ചാൽ വരാൻ കൂടുതൽ മെയിൻ ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ. ചിലപ്പോൾ ഈ സ്റ്റോണിന്റെ ഒരു ഹിസ്റ്ററി ഉള്ളവർക്ക് ചിലപ്പോൾ ഈ വേനൽക്കാലം സ്റ്റോണിനെ കൂട്ടാം. ആൻഡ് ഈ ഇലക്ട്രോലൈറ്റ്, സോഡിയം പൊട്ടാഷ്യത്തിന്റെ ബാലൻസിനെ ചിലപ്പോൾ വ്യതിയാനപ്പെടുത്താം. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതിനെ കൂട്ടുന്നതാണെന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ഇതൊക്കെ ശരിക്കും ഇഷ്യൂ ആവുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോകും. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിഡ്നി ഡാമേജിനെ വരെ എത്തിക്കാന്നാണ് പറഞ്ഞത്, ശരിക്കും അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ. അതാണ് നമുക്കിപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ അതായത് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീനൽ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത്. സ്റ്റോൺ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ സോഡിയം പൊട്ടാഷ്യം എപ്പോഴും കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതും ശരിക്കും പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് കൂടുതൽ കാണാം. കാരണം പൂർണ്ണ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ വെള്ളാംശം കുറയുമ്പോൾ ഈ റീനൽ ട്രാക്റ്റിൽ, അതായത് യൂറത്രയിലൊക്കെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ചൂട് എക്സസ് ആയാലും കിഡ്നീനെ
ഇഞ്ചുറി ഉണ്ടാക്കാം, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കാം. ഇതൊക്കെ ശരിക്കും കിഡ്നിയെ ബാധിക്കും, അതായത് വൃക്കജന്യമായിട്ട് രോഗങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ ഇതൊക്കെ ഒരു ലാസ്റ്റ് സ്റ്റേജ്, അതായത് നമ്മൾ തുടക്ക സമ്മർ വരുമ്പോൾ തന്നെ ഇതൊക്കെ വരുമെന്നല്ല പറയുന്നത്, പക്ഷെ സമ്മറിൽ ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് വരാം. അപ്പം നമുക്ക് ശരിക്കും ഒരു ഫൈനൽ തോട്ട്സ് എന്ന് പറഞ്ഞാൽ സമ്മർ ക്യാൻ ബി എ ടൈം ഓഫ് ബോത്ത് എൻജോയ്മെന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് സ്റ്റെപ്പ് ടു പ്രൊട്ടക്ട് യുവർസെൽഫ് ഫ്രം എക്സ്ട്രീം ഹീറ്റ് ഡ്യൂറിങ് സമ്മർ എന്നാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ചൂടിനെ നമ്മൾ എത്രമാത്രം പ്രതിരോധിക്കുക എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഈ കാലാവസ്ഥയിൽ. അപ്പം നമ്മുടെ ഒരു ശ്ലോകം ഉണ്ട് കേട്ടോ, ഭോജനാന്തേ പിബേത് തക്രം വസ്ത്രാന്തേ പിബേത് പയം നിശാന്തേ ച പിബേത് വാരി ത്രിവ്യു രോഗോന്നോ ജായന്തി. അതായത് ഒരിക്കലും രോഗം വരാത്തൊരവസ്ഥയാണ് പറയണത്. അതായത് ധാരാളം മോര് കുടിക്കുക ഭക്ഷണത്തിന് ശേഷം, അതുപോലെ പാല് കുടിക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ടർ, രാവിലെ വെറും വയറ്റിൽ ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും രോഗം വരില്ല എന്നാണ് പറയുന്നത് ശാസ്ത്രം. താങ്ക് യു. ഇത്രയും ഞാൻ ചെറിയ രീതിയിലൊന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. ഇത് വളരെ ചെറിയ രീതിയിൽ എന്ന് സാറിന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാക്റ്റഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ചെറിയ കുപ്പിക്കകത്തിൽ ഒരു വലിയൊരു ഭൂതം. അല്ല ശരി, ചെറിയ രീതിയിൽ പറഞ്ഞു തീർത്തുന്നുണ്ടെങ്കിലും ഒരുപാട് സബ്ജക്ട്സ് അതിനകത്തിൽ കൂടെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ തണുപ്പിന്റെ പറഞ്ഞപ്പോഴും ശരിയാണ്, ഇതൊക്കെ ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മൾ ഈ ചൂടുകാലമൊക്കെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിത് ചൂടുകാലത്തിന് നമ്മുടെ പ്രതിരോധവും ഇതൊക്കെ ശരിക്കും നമ്മുടെ എപ്പോഴും പറയണം, ആയുർവേദത്തിൽ ശരിക്കും നമ്മുടെ ശരിക്കും ഇമ്മ്യൂണിറ്റി വലിയൊരു ഫാക്ടറാണ്, വിച്ച് അലോപ്പത്തിക് ഡോക്ടേഴ്സ് വോണ്ട് ആക്സെപ്റ്റ്. അവർക്ക് ആ കൺസെപ്റ്റേ ഇല്ല. ദേ ഡോണ്ട് ഹാവ് എനി നെയിം ലൈക്ക്, അതായത് അവർക്ക് പനി വന്ന ഒരു അതായത് പനി സബ്സൈഡ് ചെയ്യാനുള്ള മരുന്നോ അല്ലെങ്കിൽ കൂടിപ്പോയ ആന്റിബയോട്ടിക്, അതല്ലല്ലോ. ഈ ആന്റിബയോട്ടിക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ടേൺ ഇൻ ദ ലോങ് റൺ എഫക്ട്സ് ഇമ്മ്യൂൺ സിസ്റ്റം. അതൊന്നും അവർ പറയില്ല. അതാണ് നമ്മൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, അതാണ്. അതാ പറഞ്ഞത്, ഇത് വളരെ ചെറിയ സബ്ജക്റ്റ് ആയിരുന്നില്ല, വളരെ വിശാലമായിട്ട് തന്നെ സാർ അത് കവർ ചെയ്തു. ഒരുപാട് നന്ദി. അതുപോലെ ഇപ്പോൾ ഓൺലൈനിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനോട് നേരിട്ട് ഇപ്പോൾ സംശയം ചോദിക്കാൻ സാധിക്കുന്നതാണ്. മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മൈക്ക്. അപ്പോൾ അത് അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഹലോ, സാർ പറഞ്ഞോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ വളരെ കെയർലെസ്സോടെ ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പം ഈ വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം കൂടുതൽ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എനിക്കൊരു ഡൗട്ട് എന്ന് ചോദിക്കുന്നത്, നമ്മൾ ഭക്ഷണം, എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന കൂടെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം മാത്രമേ വെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ സാറേ? അങ്ങനെയാന്ന്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതിലൊരു കോൺട്രവേഴ്സിയാണ്. ശരിക്കും പറഞ്ഞാൽ പലരും പറയും ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമേ കുടിക്കാവുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്ന അതായത് ഭക്ഷണത്തിന് ഇടയ്ക്കായിട്ട് ഇച്ചിരി വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. കാരണം വിച്ച് എയ്ഡ്സ് ഡൈജഷൻ. അതായത് നമ്മളിപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ ഡസൻ മീൻ ദാറ്റ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുകയല്ല. കാരണം അതിനെ നമുക്ക് ഡൈജഷൻ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം ചെല്ലുന്ന ഒരുപാട് നല്ലതാണ്. അതായത് അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോര് കൂട്ടുക എന്ന് പറയുന്ന ചോറിന് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കറി കഴിയുമ്പോൾ കുറച്ച് മോര് കൂട്ടുന്ന, ആ മോരിൽ ശരിക്കും നല്ലൊരു ഇലക്ട്രോലൈറ്റ് ആണ് ഈ മോര്. അതെ, മോര് ശരിക്കും ഡൈജഷനെ എൻഹാൻസ് ചെയ്യുന്ന. ഇതിപ്പോ ഈ സാറ് ചോദിച്ച പോലെ തന്നെ ഇവിടെ സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോഡിയം പൊട്ടാഷ്യം പ്രായമാവുന്നവരിൽ ഏറ്റവും കൂടുതൽ കാണാത്തൊരു പ്രശ്നമാണ്. പെട്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ്, ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും സോഡിയം കുറഞ്ഞു, പൊട്ടാഷ്യം കുറഞ്ഞു, ഹൈപ്പോനാട്രീമിയ, ഹൈപ്പോകൽ, ഇതൊന്നും ആരും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറഞ്ഞു. അപ്പം ശരിക്കും ഒരു അലോപ്പതി ഒരു നെഫ്രോളജിസ്റ്റ് പറഞ്ഞതാണ്, നമ്മൾ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചാൽ മതി, വേറെ ഒരു മരുന്നും കഴിക്കണ്ടെന്നാ പറഞ്ഞത്. പൊട്ടാഷ്യം ബാലൻസ് ചെയ്യാൻ ഒരുപാട് നല്ലതാണ്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചോളാൻ. അത് എന്നും ചെയ്യുന്നത് നല്ലതെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കഞ്ഞിവെള്ളത്തിൽ ഈ കഞ്ഞി ഉണ്ടാക്കുന്ന അരിയുടെ വെള്ളം എത്ര ശുദ്ധമാണല്ല, അത് ഓർക്കണം. ടോൾഡ് ബൈ എ നെഫ്രോളജിസ്റ്റ്, അതായത് അലോപ്പതി ഡോക്ടറാ പറഞ്ഞത്.
ഒരു വലിയൊരു പേഷ്യന്റ് ആണ് നമ്മുടെ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അപ്പം ഞാൻ ഓർക്കുന്നത് അപ്പൊ നമ്മൾ ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ ശ്ലോകമൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ കിടക്കില്ല. ജലം നദിക്ക് മേലുള്ള ഈ ഒരു അധികാരം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തിലൂടെ. തുടക്കത്തിലും വേണ്ട, അവസാനത്തിലും ഒരുപാട് വേണ്ട. അപ്പൊ ഇടയ്ക്ക് കുടിക്കുന്നത് ഡൈജഷൻ എൻഹാൻസ് ചെയ്യും. ഓക്കെ സർ, താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം എല്ലാവരുടേതും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ നമുക്കത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിമൽ സാറെ നമുക്ക് അപ്പോൾ അടുത്ത ചടങ്ങിലേക്ക് കടക്കാം അല്ലേ? ഒരു ഡോക്ടർ അനിൽ, പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, നമുക്ക് ഈ ആയുർവേദ മരുന്നുകൾ കുറച്ച് ചൂടാണ്. അപ്പൊ നമ്മൾ ഈ വേനൽക്കാലം ആകുമ്പോൾ പൊതുവെ ഒരു ശീലമുണ്ട്, ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് കുറച്ച് കുറയ്ക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. അപ്പോ അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ശരി, അതൊരു ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. നമ്മളിപ്പോ ഈ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ വേനൽക്കാലത്ത് വേണ്ട, തണുപ്പ് കാലത്ത് വന്നാലും പറയുന്നത് ഇത് തന്നെയാ, അരെ ഡോക്ടർ സാഹബ് ആക്കി ദവായിയൊക്കെ ഇത്തിനി ഗർമി होती है, हम तो खाकर कल इतना प्रॉब्लम हो गया. അത് അവരുടെ തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോ ഒരു കോമ്പിനേഷൻ, ഇപ്പൊ ഗുളിച്ചാതി കഷായം എടുത്തു, അല്ലെങ്കിൽ ഒരു ഷടങ്ക കഷായം എടുത്തു, ദ്രാക്ഷാതി, ഇത് ശരിക്കും ഒരു ഹെർബ് അല്ല, അത് പോളി ഹെർബൽ കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ഈ പോളി ഹെർബൽ കോമ്പിനേഷനിൽ ചിലപ്പോൾ മേ ബി ത്രിഫല അല്ലെങ്കിൽ ത്രികടു ചുക്ക് കുറവുണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്യുന്ന വേറെ മരുന്നുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ മരുന്നുകൾക്കും അതായത് ഉഷ്ണാധിക്യം, ശീതാധിക്യം, സമദോഷണമായിട്ടുള്ള മരുന്നുകളാണ്. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വേനൽക്കാലത്ത് ഒരു രോഗി വന്നു, അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ പിത്ത സംബന്ധമായിട്ടും ഹീറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് കൂടുതൽ വരുന്നത്. ആ സമയത്ത് നമ്മൾ എപ്പോഴും ചൂട് കുറയ്ക്കുന്ന, അതായത് ശീതവീര്യമായിട്ടുള്ള ഔഷധങ്ങളാണ് കൊടുക്കുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചന്ദനാസവും ക്ഷീരാസവും ദ്രാക്ഷാദി കഷായം, ഷടങ്ങ കഷായം കൊടുക്കുന്നത് തണുപ്പിക്കും, ഒരു സംശയമില്ല. പക്ഷെ ഈ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൽഹി തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്, ഈ ആയുർവേദം മരുന്ന് ചൂടാ. ശരിക്കും ചില രസ പ്രിപ്പറേഷൻസ് ഉണ്ടാവും നമുക്ക്, വസന്തകുസുമ അങ്ങനെ കുറെ മരുന്ന്. പക്ഷെ അതൊക്കെ ശരിക്കും നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അതിന്റെ ഭാവനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ ഒരു ബോഡിയിൽ അത്ര ഒരു ഹീറ്റ്, അതായത് അല്ലെങ്കിൽ ഒരു വീര്യം, അല്ലെങ്കിൽ അകത്ത് ചെല്ലുമ്പോൾ ഒരു വിഭാഗം ഉഷ്ണ ഉണ്ടാകുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടേ പറയാൻ പറ്റും. ചില മരുന്നുകൾ ഉണ്ടാവും, ചിലപ്പോൾ ചില ബോഡിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില പ്രായാധിക്യം വരുമ്പോൾ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഒരു ബോഡി, അതായത് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ വയറിൽ ഉൾക്കാളിച്ച് അങ്ങനെയൊക്കെ ചില മരുന്നുകൾ വരാം. എന്നാൽ എല്ലാ മരുന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഉഷ്ണാധിക്യമാണ്, അതായത് വയറിന് ഭയങ്കര ദോഷം ചെയ്തു, ചൂടാണെന്ന്. അങ്ങനെ ഒരിക്കലും ഒരു കൺസെപ്റ്റ് ശരിയല്ല നമ്മൾ കൊടുക്കുക. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. എനിക്ക് തോന്നുന്നു സദൻ ആണോ? പേര് കൃത്യമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, എന്തെങ്കിലും ചോദിക്കാൻ. അതെ സാർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആവുന്നില്ല സാർ. സദൻ സർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് പോകാം. വ്യക്തമാവുന്നില്ല എന്താ പറയുന്നതെന്നുള്ളത്. അതെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മളെ ലക്കി ഡ്രോ പരിപാടി ചെയ്താലോ? ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ് എൻ്റെ. കാണാൻ സാധിക്കുന്നുണ്ടോ സ്ക്രീൻ? അതെ കാണുന്നുണ്ട്. നമുക്കിപ്പോ ഒന്ന് സ്പിൻ ചെയ്യാം. നമ്മൾ ഇന്ന്
പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ആളുകളുടെ പേരുകളാണ് ടോട്ടൽ ഇട്ടിരിക്കുന്നത്. രാജൻ, വിപുൽ സാർ, ഈ രാജൻ എന്ന് പറയുന്നത് എൻ്റെ പപ്പയാണ്. നമ്മളുടെ ഇന്റേണൽ പോളിസി വെച്ചിട്ട് എന്ത് വേണം? വീണ്ടും സ്പിൻ ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യാനോ? വീണ്ടും ചെയ്യാം. വീണ്ടും ചെയ്യല്ലേ? വീണ്ടും ചെയ്യാം. ഉം. സത്യൻ നായർ. സത്യൻ നായർ സാറ് ഓൺലൈനിലുണ്ടോ? കാണുന്നുണ്ടല്ലോ. അദ്ദേഹം ഓൺലൈനിൽ കാണുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പൊ അല്പം മുൻപ് ഡൗട്ട് ചോദിച്ചത് ഇദ്ദേഹം തന്നെയായിരുന്നു. സത്യൻ നായർ ഓൺലൈനിൽ കാണുന്നുണ്ട്, ഒന്നും സംസാരിക്കുന്നില്ല. അത് മ്യൂട്ട് ഇല്ല, ഞാൻ ചെയ്ത് കാണുന്നുണ്ട്, മ്യൂട്ട് കാണുന്നുണ്ട്. ചെയ്താണോന്ന് അറിയില്ല. അദ്ദേഹം സംസാരിക്കണം. കാണുന്നുണ്ട് ഞാൻ. ഓക്കെ. ഇത് ഈ സത്യൻ നായർ അംഗ്ലേശ്വറുള്ള സത്യൻ നായർ തന്നെയാണോ? അതെ, സത്യൻ നായർ അംഗ്ലേശ്വർ. ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി. ഇദ്ദേഹത്തിന്റെ അഡ്രസ് ഞാൻ തന്നോളാം. ഇദ്ദേഹത്തിന്റെ അഡ്രസ് നമുക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പൊ സത്യേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. കോട്ടക്കൽ ആയുർവേദശാലയുടെ നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പം വിമൽ സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് കോട്ടക്കൽ ആയുർവേദശാലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളുടെ ഈ പ്രൊഡക്റ്റ് അതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുങ്കുമാതി തൈലം തന്നെയാണ്. കുങ്കുമാതി തൈലത്തിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുങ്കുമപ്പൂവ്, താമര, അതുപോലെ രാമച്ചം, ചന്ദനം, ഇരട്ടിമധുരം, മഞ്ചട്ടി ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു, പിന്നെ മെയിൻ ആയിട്ടുള്ളതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനേറ്റഡ് കോക്കനട്ട് ഓയിൽ ആണ് അതിൽ ചേർത്തിരിക്കുന്നത്. ഇത് എല്ലാതരം സ്കിൻ ടൈപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കുങ്കുമാതിക്ക് ചിലപ്പോൾ ഓയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആക്നെ വരുന്ന, അങ്ങനെ ചെറുതായിട്ട് ചില റിപ്പോർട്ടിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എല്ലാ ടൈപ്പ് സ്കിന്നിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് മോയ്സ്ചറൈസേഷൻ ഉണ്ടാക്കുന്നതാണ്, നോൺ സ്റ്റിക്കി ആണ്. ഇതിന്റെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 തുള്ളി മുഖത്ത് തേച്ചിട്ട് ജെന്റിൽ മസാജ് ചെയ്യുക, ഒരു 2-3 മിനിറ്റ്സ്. ഈവനിങ്ങിലാണ് അഡ്വൈസബിൾ. ഒരു ഈവനിങ്ങിൽ അഡ്വൈസ് ചെയ്യുക, പിന്നെ അത് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അങ്ങനെ ഒരു നാച്ചുറൽ ഗ്ലോവും സ്കിൻ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഏറ്റവും ആയുർവേദശാലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വെബിനാറിലെ ലക്കി ഡ്രോ കോമ്പറ്റീഷനിൽ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് സാഫ്രോൺ ഗ്ലോ ഫേസ് ഷീറ്റ് മാസ്ക് ആയിരുന്നു. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എനിവേ കൺഗ്രാറ്റുലേഷൻസ്. അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞത്? സത്യൻ അല്ലേ? സത്യൻ നായർ. കൺഗ്രാറ്റ്സ്. അഡ്രസ് അയച്ചോളൂ. അടുത്തതായിട്ട് നമുക്ക് പരിപാടിയുടെ സമാപന ചടങ്ങുകളിലേക്ക് കടക്കാം. വോട്ട് ഓഫ് താങ്ക്സിന് ആയിട്ട് കോട്ടക്കൽ ആയുർവേദശാല അഹമ്മദാബാദ് ബ്രാഞ്ചിലെ ക്ലറിക്കൽ സ്റ്റാഫായ ശ്രീ രതീഷ് പി വി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ രതീഷ് പി വി. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. നമ്മുടെ യോഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഗ്രീഷ്മ ഋതുചര്യ, വേനൽക്കാല ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അറിവുകൾ നമ്മുടെ പ്രമുഖ വ്യക്തികൾ വിശദമായി തന്നെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. ഈ വേനൽക്കാലത്തെ ഇത്തരം അറിവുകൾ വളരെയധികം ഗുണപ്രദമാണ്. നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി യോഗത്തിന്റെ മോഡറേറ്ററായി പ്രവർത്തിച്ച GNM ചീഫ് എഡിറ്റർ ശ്രീ രഞ്ജിത്ത് ആർ നായർ, ആമുഖം അവതരിപ്പിച്ച സീനിയർ മെഡിക്കൽ ഓഫീസറും കോട്ടക്കൽ ആയുർവേദശാല അഹമ്മദാബാദ് ബ്രാഞ്ച് മാനേജറുമായ ഡോക്ടർ വിമൽ കെ വിജയൻ, അതുപോലെ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവ് നൽകിയ കോട്ടക്കൽ ആയുർവേദശാല എറണാകുളം ബ്രാഞ്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽ എം നായർ എന്നീ വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം ശ്രോതാക്കളായ നിങ്ങളേവർക്കും എൻ്റെ പേരിലും ഈ വെബിനാറിൻ്റെ എല്ലാ സംഘാടകരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു.